ഇതാണ് നമ്മുടെ കുടിലിന്റെ ഫൈനൽ ലുക്ക്. ലാമ്പി നിക്ക പറയാ ഒരു കളിയാക്കണു മഹേഷ്. ഇവിടെ വടക്കുന്നാഥൻ അമ്പലം പോലെയാന്ന്. പമ്പാ ഗണപതി പാരിന്റെ അധിപതി പൊമ്പാർന്നുണരണ മഞ്ഞിൽ. ചാർലിക്കും പേളിക്കും എടുത്തുകൊണ്ട് പോകാത്തതായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എടുത്തുകൊണ്ട് പോയി. പാലിന് പുകയൊക്കെ വരുന്നുണ്ട്. പുക മാത്രല്ല പാദ്യം വരുന്നുണ്ട്. പൊന്തി തുടങ്ങി. ഇടിച്ചു പിഴിഞ്ഞ പായസം. ഇങ്ങടാ അച്ചോടാ അങ്ങനെ പറയണൂന്ന്. പാള കടിക്കും. ആ ഇതിങ്ങനെ പാല് കാച്ചിൽ എല്ലാവരും വട്ടം കൂടി ആകാംക്ഷയോടെ നോക്കിയാണ് പാല് കാച്ചില്. ഇതെന്തിനും ഇങ്ങനെ ഊതണേ? തുന്തൊരു പാവ പാലൊന്ന് തിളയ്ക്കുന്ന കണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് നിക്ക. നമ്മുടെ വീടിന്റെ സൈഡില് ആ വർക്ക് ഏരിയ പുതിയ ബോക്സ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാനൈറ്റും പിന്നെ പുതിയതായിട്ട് നമ്മൾ അതുമ്പോൾ ടൈലല്ല ഇട്ടെ. ഗ്രാനൈറ്റ് പോലെ നല്ല കട്ടി കൂടിയ കൗണ്ടർ ടോപ്പിൽ ഇടുന്ന ടൈല് അതിട്ടെൻ്റെ ബാക്കിയുള്ള പീസുകളും ഒക്കെ ഇരുന്നോടന്നു. അതെന്തിട്ട് ചെയ്യണ്ടേന്ന് അറിയാണ്ടിരിക്കുകയായിരുന്നു. അത് വലിയ പീസുകളാണേ, കളയാനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അത് ഉപകാരമായി. അപ്പോൾ അതാണിപ്പോൾ അവരവിടെ ഇട്ടുകൊണ്ടിരിക്കണത്. 2 പേര് വന്നിട്ട് ആൽവിൻ്റെ പണിക്കാരാണ്. അവർ ദേ ഗ്രാനൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. മഹേഷിന് ചിരിയും വെടുപ്പാക്കണം. മഹേഷും ചിരിയും ഇവിടെ പെയിന്റ് അടി തുടങ്ങിയിട്ടാ. അടുപ്പിന്റെ ഒക്കെ അവര് ഇതൊക്കെ അടിച്ചു. കുഴലൊക്കെ ബ്ലാക്ക് അടിച്ചു. കണ്ട നല്ല കറുപ്പടിക്കുന്നു. കറുപ്പ ഇതെന്താ ഇതിന്റെ പേര്? ആ താറടിക്കുന്ന ബ്ലാക്ക്. ഒറ്റ കോട്ട് അടിച്ചാൽ മതി ഇത്. എന്നാ നിങ്ങൾ മലയ്ക്ക് പോണത്? ഇവരെ പണി കഴിഞ്ഞാ? ആ ഇവരിത് കുറച്ച് നേരത്തെ വന്നേ. അപ്പോഴേക്കും ഇവരുടെ ക്ലീനിങ്ങും പെയിന്റിങ്ങും ഒക്കെ കഴിഞ്ഞു. ഡിസൈനാ എവിടെ? ആ വാ അതിപ്പോ ആക്കണില്ല. അത് മറ്റേതാക്കി ഇതൊക്കെ ശരിയാക്കിട്ട് മതി എന്ന് പറഞ്ഞില്ലേ ഞാൻ? അയ്യോ ഭംഗിയായി. ആ ഇതാണ് നമ്മുടെ കുടിലിന്റെ ഫൈനൽ ലുക്ക്. ഇല്ല ഇനി വെടുപ്പാക്കണം. ഇവിടെ ചുറ്റോട്ടെ വെടുപ്പാക്കണം. വ്ളോഗേഴ്സ് ഒക്കെ ഇന്ന് എന്നിട്ടാ കണ്ടിട്ടില്ലേ ഓരോ ബ്യൂട്ടി വ്ളോഗേഴ്സ് പെണ്ണുങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോവാ ഒരുങ്ങണത് വീഡിയോ. ഇത് ലാസ്റ്റ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ ലാസ്റ്റ് പറയും എന്ന പോലെ നമ്മുടെ കുടിലിന്റെ ഫൈനൽ ലുക്കാണിത്. പറയാറായിട്ടില്ല കേട്ടാ. ഇവരിത് ഇവിടെ ഇനി എന്തിട്ടൊക്കെ ചെയ്യാൻ പോണ്ട്. കുറച്ച് പരിപാടിയും കൂടി ഉണ്ടെന്ന്. ആ ഞാൻ വിചാരിച്ചു ഇവിടെ മറ്റേ സിമെന്റിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നേ നിറച്ച്. അതൊക്കെ പോവില്ലല്ലോ. അപ്പൊ പവർ വാഷറൊക്കെ എടുത്ത് കഴുകേണ്ടി വരും എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ ആദ്യം വന്ന് നോക്കട്ടെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കിയിട്ട് അവർ ചോദിക്കുക ഇതിനാണോ പവർ വാഷർ എടുക്കാൻ പറഞ്ഞു ചേച്ചി. ഇവര് 11 മണിക്ക് കഴിക്കേണ്ട പണിയാണ് അത്. ഇവരിങ്ങനെ ലാമ്പി നിക്ക പറയാ താളം ചവിട്ട. ആ ശിവ ചെയ്യുന്നുണ്ട്. മഹേഷ് വലിയ സൂപ്പർവൈസറുടെ പോലെ പിന്നില് കൈയും കെട്ടി നിൽക്കണു. ഉച്ചവരക്കുള്ള പണി ഇനി ഇല്ല ഇവർക്ക് ചെയ്യാനായിട്ട്. കഴിഞ്ഞു. അതെ. അപ്പൊ ഇവിടെ ബാക്കി മുന്നേ മറ്റേ ഗ്രേ അടിച്ചിട്ട് ഇരുന്ന് തുടങ്ങുന്ന ഒരു പെയിന്റ് അവിടെ ടെറസിന്റെ മുകളിൽ കണ്ടു ഇവര്. അപ്പൊ ഇവര് അതെടുത്തിട്ട് ഇവിടെ അടിക്കണം. അല്ലെ അത് കുറച്ച് നാൾ ഞാൻ കട്ടയി പോവല്ലോ അത് കാരണം. അയ്യോ ഇത് കറുപ്പ് വേണ്ടായിരുന്നു അല്ലേ? അല്ലടാ നമുക്ക് അതുപോലെ ഇനിയാക്കാം. എന്തേ ഈ ചെങ്കല്ല് പതിച്ച പോലെ ആക്കണം ഇതിന്റെ ചുറ്റും. അപ്പൊ നല്ല ഭംഗിയാവില്ലേ? അടുത്ത വരവിൽ എന്തിട്ടാടാ അങ്ങനെയൊക്കെ പറയണേ? ഒരു കളിയാക്കണു മഹേഷ്. ഇവിടെ വടക്കുന്നാഥൻ അമ്പലം പോലെയാന്ന്. അമ്പലം പോലെ പരിശുദ്ധ അതല്ല ഉദ്ദേശിച്ചത്. അവിടത്തെ പോലെ എന്നും പണി തീരുന്ന സമയത്ത് അവിടെ അങ്ങനെയാണല്ലോ അമ്പലത്തിൽ. അവിടെ പോണവർക്ക് അറിയാൻ പറ്റും അമ്പലത്തിൽ വടക്കുന്നാഥനിലേക്ക്. അപ്പോൾ കുടിലിൻ്റെ മേക്ക് ഓവർ അങ്ങനെ ഇത്രയായി. ഇത് കറുപ്പടിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെച്ചാണ് ഇവരുടെ ഓരോ കലാപരിപാടി. അപ്പം നമുക്ക് മഹേഷിനെ കിട്ടിയിട്ട് പാട്ട് പാടിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ
മഹേഷിന് ഇത്ര അടുത്ത് കിട്ടിയിട്ട് നമ്മൾ പാട്ട് പാടിപ്പിക്കാണ്ട് വിടുന്നത് ശരിയല്ല. അതുകൊണ്ട് പാട്ട് പാടിപ്പിക്കും. ഇവർ രണ്ടുപേരും മലയ്ക്ക് പോകണ്ടാ. 7-ാം തീയതി പോകും. സാമിയുടെ ഒരു പാട്ട് പാടിക്കോ. അയ്യപ്പ സ്വാമിയുടെ പാട്ട് ഇപ്പൊ എങ്ങനെ പാടാ? രണ്ടുപേരും പാടാം. രണ്ടുപേരും പാടി മതി. പമ്പാ ഗണപതി പാരിൻ്റെ അധിപതി പൊമ്പാർന്നുണരണ മഞ്ഞിൽ നിന്നിൽ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം നെഞ്ചിൽ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പാടാൻ ഒന്നാമത്തെ ഞാൻ പ്രിപ്പയർ അല്ല, പെട്ടെന്ന് പാടാൻ പറഞ്ഞാണ്. അത് അടുത്തോട്ടം ഞങ്ങള് സ്ഥിരമായിട്ട് പാട്ട് നമ്മൾ ഞാൻ എപ്പോഴും ഒരു പാട്ട് പാടി നടക്കും. അതുപോലത്തെ പാട്ട് പാടിയാൽ മതി. അതുപോലത്തെ പാട്ട് പാടിയാൽ മതി. അതുപോലത്തെ പാട്ട് പാടിയാൽ മതി. അതുപോലത്തെ പാട്ട് പാടി നീ എപ്പോഴും പാടി നടക്കുന്ന പാട്ട് പാടിയാൽ മതി. പിന്നെ കുഴപ്പമില്ലല്ലോ. പാട്ട് പേദ പാടാ ശിവ. ராசாத்தி உன்ன காணாத நெஞ்சை காத்தாடி போலாகுது. ராசாத்தி உன்ன காணாத நெஞ்சை காத்தாடி போலாகுது. புழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானே உன்ன தேடுது. ராசாத்தி ஒன்ன காணாத நெஞ்சை காத்தாடி போலாடுது. ഇനി നമ്മളുടെ വീട്ടിൽ ഇനിയും കുറച്ചും കൂടി പെയിന്റിങ് വർക്കുകൾ ഉണ്ട്. പിന്നെ നമ്മുടെ കടപ്പ ക്ലീനാക്കൽ, അങ്ങനെ കുറച്ച് പണികളുണ്ട് ഇവർക്ക്. അത് ഇവർ കുറച്ച് നാളെ കഴിഞ്ഞ് വരും. അപ്പോൾ നീ പഠിച്ചിട്ട് വന്നോളൂ പാട്ടുകൾ. ആ, എല്ലാ ദിവസവും ഒരു പാട്ട് വെച്ച് പഠിപ്പിക്കാം. അപ്പം അങ്ങനെ ആ, അതൊക്കെ നിന്റെ ഇഷ്ടം. ആ, ശിവ പാട്ടല്ല ഡാൻസ് ആണെന്നുണ്ടല്ലേ, ഇവനെ കൊണ്ട് 2 സ്റ്റെപ്പ് ഇടിപ്പിച്ചാലോ. അത് കുഴപ്പമില്ല. ബാൻഡ് സെറ്റിന്റെ കാവടിയിലെ നമുക്ക് പാട്ടിടാം യൂട്യൂബില്. എന്നിട്ട് അത് കാവടിയുടെ ഇടയിലാൻ ചേരിട്ടായിട്ട് കളിച്ചോ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇവരെ പണി കഴിഞ്ഞു അല്ലേ? ആ, ഓക്കെ. ആ, യെസ്. അപ്പൊ ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മുടെ പാല് കാച്ചലാണ്. അപ്പൊ നാളത്തേക്ക് 10 ദിവസവും അടുപ്പ് പണിതിട്ട്. അപ്പൊ നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. ആ, സോപ്പ് പൊടി അല്ലേ? ആ, സോപ്പ് പൊടി. നാളെ ഞങ്ങൾക്ക് കല്യാണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റന്നാളാകുമ്പോഴത്തേക്കും ചവിട്ടി നടക്കാലടാ. ഉണങ്ങില്ലേ? അപ്പോൾ മറ്റന്നാൾ നമുക്ക് പാല് കാച്ചൽ കഴിക്കാം. നമ്മൾ നല്ല ദിവസം സമയം നോക്കണമൊന്നുമില്ല കേട്ടാ. അപ്പോൾ പിള്ളേരുകൾ നമ്മുടെ പെയിൻ്റ് അടിയും പാട്ടും ഒക്കെ കഴിഞ്ഞു, ഭംഗിയാക്കി അടുപ്പ് സെറ്റാക്കി എല്ലാം സെറ്റാക്കി 10 ദിവസം കഴിഞ്ഞു. ഇനി നമ്മൾ പാല് കാച്ചാൻ പോവാണ്. പാല് പെണ്ണുങ്ങളെ കാച്ചാ ആണുങ്ങളെ കാച്ചാ? അങ്ങനെയൊക്കെ ഉണ്ടാ? ആര് കാച്ചിയാലും പാല് തിളച്ചോളൂ. അപ്പോൾ നമ്മുടെ മനോഹരമായ സരിത തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഒരേ പാട് പോലെ കണ്ട എന്നിട്ടെന്നറിയോ, മറ്റേ അല്ല, നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടില്ലേ, എന്താ പറയാ, ഇത് പണിത് കഴിയുമ്പോ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ആ വെള്ളം ഇങ്ങനെ നിന്നിട്ട് കുഴൽക്കിണറിലത്തെ വെള്ളമായ കാരണേ അതന്നെ തുടച്ച് പോകുന്നു വിചാരിക്കും. ലക്ഷ്മി ദേവി അല്ലേ അടുക്കളയിൽ ഉണ്ടാവേണ്ടത് അല്ലേ? അപ്പൊ ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്കിത് കത്തിക്കാം. കത്തിക്കാനുള്ള സാധാരണ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നുണ്ട് ചേട്ടൻ. ചേട്ടൻ കത്തിച്ചാ മതി. കർപ്പൂരം എടുത്തിണ്ടാ? പട്ടികൾക്ക് എന്തിനാ കർപ്പൂരം? നമ്മുടെ ചാർലിക്കും പേളിക്കും എടുത്തുകൊണ്ട് പോകാത്തതായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എടുത്തുകൊണ്ട് പോയി. ഒരു സാധനം, ഒരു ചെടികള്, ഒരു സാധനം മിക്കവാറും ദിവസം ഇതിന്റെ ചെരുപ്പ് കാണില്ല പോവാൻ നോക്കുമ്പോ അല്ലേ. അങ്ങനെ അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടാ. നമ്മുടെ കുടില് എത്രയും വേഗം ഇതിന്റെ പണി കഴിഞ്ഞിട്ട് വേഗത്തിലത്തെ വീഡിയോകൾ ഇടൂ എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ ആരോ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൽ കുടിലെ എടുക്കുന്ന വീഡിയോസ് എന്ന് പറയണതേ മെഡിറ്റേഷൻ വീഡിയോ പോലെയാണെന്ന്. ആൾക്ക് പെണ്ണാണോ ആണോ കേട്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടാ ആരാട്ടെ എന്നുള്ളത്. മെഡിറ്റേഷൻ കിട്ടണ പോലെയാണ്. അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ പണി കഴിച്ചിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തീ ഇനി അതിലേക്ക് വലിച്ചു പോകുക എന്നുള്ളതാണ്
അല്ലേ? അത് വരും. ഇതിപ്പം മോളിക്കാ കത്തണേ. മറ്റേ അത് കത്തി അല്ല അങ്ങനെ കിടും. ആദ്യത്തെ തവണ ഒന്നും കത്തി ശരിയാവാണ്ടല്ലോ. അതിപ്പോൾ പുത്തനല്ലേ. അടുപ്പ് ചൂടാവട്ടെ. അടുപ്പിൽ കുറച്ച് ഇത്ര നാളും വെള്ളം കെട്ടി നിർത്തിയേക്കായിരുന്നേ. എന്തിനത്? ചകിരി മുകളിൽ മര്യാദക്ക് കത്തണ സാധനത്തിന്റെ മുകളിൽ ചകിരി കൊണ്ടിട്ട് അല്ല അതിൻ്റെ പുകയാൻ വേണ്ടിട്ടല്ലേ? അച്ഛനെ പുകഞ്ഞാലോ സമാധാനമുള്ളോ? മര്യാദക്ക് കത്തിയോളും സാധന കെട്ടിട്ടില്ലേ? കത്തുണ്ട്. തുടരുത് തുടരുത്. ആ യെസ് യെസ് വന്നടങ്ങി വന്നടങ്ങി. ആ വന്നടങ്ങി. പോകാൻ തുടങ്ങിയ ആ വന്നടങ്ങി. ഓ അപ്പോൾ ഞാൻ വിജയിച്ചിരിക്കുന്നു. എന്താ ചേട്ടനാണോ ഈ അടുപ്പുണ്ടാക്കിയേ? ആ പുക ഉണ്ടല്ലോ ചെറുതായിട്ട്. പുക വരുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം പുകയും അങ്ങടാണ് പോണേ. അത് വരും. അപ്പൊ തീ ശരിക്ക് കത്തിയിട്ടാ നീ പാല് വയ്ക്കാൻ പോണ്. മൺകലത്തില് പുതിയ മൺകലത്തിൽ പാല് വയ്ക്കുന്നു. പുതിയ പാല്. ഇനി പുക അതിൽ കൂടെ വലിച്ചു പോവോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം ഒരു സെറ്റാവത്തിൽ സമയം പിടിക്കുമായിരിക്കും. ചേട്ടാ ഇത് അടച്ചേക്കട്ടെ. ഇനി എനിക്കേ ഈ പുകക്കുഴലിൽ കൂടെ പുക പോണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യണേ. ഓട്ട് കമ്പനിയല്ലേ ചൂടര ചിമ്മിയിൽ അവിടെ പോയി മുകളിലേക്ക് നോക്കി ഇഷ്ടം. ആദ്യം കൂടെ ഒക്കെ പുക പോണ് കാണാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ അടുക്കളയിലത്തെ വലിച്ചു പോണില്ലല്ലോ. എന്റെ മോദിയ പോകുന്നത് ശരിയാവും. മറ്റേ അല്പം സമയം പിടിക്കും. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പറയും ഞാൻ അവിടെ ഉള്ള കാരണം കത്താത്തതെന്ന് പറയും. ഇതിൽ കൂടെ ഇടയ്ക്ക് വന്നോടന്നുല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞ് വരും. ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പോലെ ഒന്ന് കത്തിക്കട്ടെ ഞാൻ. അവരെ കത്തിക്കാൻ വലിച്ചെടുക്കും. നമ്മളന്ന് അങ്ങനെ ചെയ്താൽ. യെസ്. പുക ആദ്യമായിട്ട് വലിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടേ മുൻപ് ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അന്ന് നമ്മുടെ അടുപ്പുണ്ടാക്കി തന്ന ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ പുക വലിച്ചെടുക്കും എന്ന് പറഞ്ഞിരുന്നു. അയ്യോ വല്ലാണ്ട് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് വലിക്കാൻ തുടങ്ങും. ഇത് വലിക്കാൻ തുടങ്ങും. പക്ഷെ വലിച്ചു തുടങ്ങിയില്ലേ? വലിച്ചു. ശരി. അപ്പൊ നിങ്ങൾ പുകയില്ലാത്ത അടുപ്പ് ശബ്ദം വന്നു തുടങ്ങി. ഇപ്പൊ കറക്റ്റ് വലിച്ചു തുടങ്ങി. പുകയില്ലാത്ത അടുപ്പുണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് പുക വരാ ഇതിൽ കൂടെ വലിച്ചു പോണില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുകക്കുഴലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓട്ട ഉണ്ടാവില്ലേ? ഈ ഓട്ട ഇങ്ങനെ തുറന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് ഒരു കടലാസം ഇങ്ങനെ കത്തിച്ച് കുറച്ച് സമയം ജസ്റ്റ് വെച്ചാൽ മതി. കണ്ട വലിക്കണം അങ്ങനെ. ഇപ്പോൾ നോക്കി അവിടെ ഒരു തുണ്ട് പോലും പുകയില്ല. എന്നിട്ട് ഇത് അടച്ചേക്ക. അടയുന്നില്ലല്ലോ. അടഞ്ഞു. ശരിട്ടാ ഞാൻ നോക്കണം മുകളിലേക്ക്. ആവോ ഞങ്ങൾക്ക് പുക പോണത് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ കാണാൻ വന്നു. ചേട്ടന് കാണാൻ ഇഷ്ടമാണ്. ചേട്ടൻ വന്നു. എന്റെ മുള്ള ആരടാ അത്? തുണ്ട് പകിലിപ്പോ പുക കാണേ ഇടുവാ. അവരെന്ത് നീളം എന്തിനാ കുറച്ചേ? അവരെന്തിനാ നീളം കുറച്ചേ? പല്ലി ഈ കുറച്ച് നാളായില്ലേ ഇത് ഇങ്ങനെ നിക്കണു. നല്ല സുഖകരമായ ഒരു വീട് കിട്ടിയും ചേച്ചിട്ട് ആളിരിക്കായിരുന്നു. തീ കത്തുള്ളേട്ടാ. കത്തിക്ക്. നമ്മൾ തീ കത്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. പാലിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. പുക മാത്രല്ല പാദ്യം വരുന്നുണ്ട്. പൊന്തി തുടങ്ങി ചെറുതായിട്ട് പാൽ തിളക്കാൻ ലക്ഷണം. പാൽ തിളക്കാറാണ്. പുതിയ മൺകലത്തിന്റെ മണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പായസം വയ്ക്കുന്നതിന്റെ പ്രത്യേക അടുപ്പില്. ശരിക്കും ഈ പാലില് പാലട പ്രഥമം ഉണ്ടാക്കേണ്ടതായിരുന്നു. ഷോ മുഖം പോ മാറല് നോക്കുന്നത്. പണ്ട് പാലട പ്രഥമം എവിടെയാ? പണ്ടത്തെ കാര്യം എന്തിനാ ചേട്ടൻ എന്തിനാ പണ്ട് പോണേ? പണ്ട് ഈ പുകയില്ലാത്ത അടുപ്പുണ്ടാ? ഇങ്ങനത്തെ അടുപ്പുണ്ടാ? സീലിങ്ങനെ കേക്കിട്ട് ഇതുപോലെയൊക്കെയാണോ? ഇല്ലല്ലോ. പണ്ടല്ലാന്ന് പാല് കാച്ചുമ്പോ പാലട ഉണ്ടാക്കില്ല. ഉണ്ടാക്കി എന്തൊരു കുഴപ്പം? ആരെങ്കിലും വല്ലതും പറയൂ? ചേട്ടന് ചേട്ടൻ പറയും ചേട്ടന് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഇല്ല തന്നെ
നമ്മള് പായസമാണ് വയ്ക്കുന്നിട്ടാ, ഇടിച്ചു പിഴിഞ്ഞ പായസം. മലയാളികളുടെ ഭക്ഷണമാണല്ലോ അരി. അപ്പൊ അരി പായസം വയ്ക്കുന്നത്. അല്ല, അരി എടുത്ത് വന്നിട്ടില്ല, ഉണക്കല്ല അരി എടുത്ത് വന്നിട്ടില്ല. എടുത്തിട്ട് വരാം. നന്നായി കത്തുന്നില്ല. ഇത് കത്തട്ടെ, നന്നായി കത്തണ്ട് എടുത്താ നോക്കും. വലിച്ചിരിക്കാനാ. അതെ, ഇതില് വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ചൂടാവും. എന്തിനാ വയ്ക്കണ്ടേ? ഒന്നും വെക്കണ്ട. ഇത് വെള്ളല്ലേ കടാ, ഭയങ്കര തീയാ ഇവിടെ. ഇവിടെ കത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വെക്കുകയാണെങ്കിൽ വെള്ളം ചൂടാക്ക, കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി അവിടെ വെച്ചേക്കണം. അതിന് തന്നെ എയർ വലിക്കണ ശരിയാവില്ലല്ലോ. അങ്ങനെ ഇവിടെയുള്ള ഓരോ പ്രവർത്തനത്തിനും ചേട്ടൻ ആ ഓട്ടയുടെ അടുത്ത് തന്നെയാ ചിരട്ട വെച്ച് കൊടുത്താണ്. ആ ചിരട്ടയുടെ തീ അങ്ങനെ ഞങ്ങടെ പോണേ. അല്ല വേണ്ട, അവിടെ ഇരുന്നോട്ടെ. എന്തിനാണ് ഇപ്പൊ കിട്ടും. ഇനിയിപ്പോ അത് വേണ്ട ഇളക്കിവിട്ടാ. ഇപ്പൊ ശരിക്കും കഴിഞ്ഞ് തീ കിട്ടും. ഇളക്കണ പാല് അങ്ങനെ കത്തി പൊങ്ങല്ല ചെയ്യാ. വളരെ സുന്ദരമായൊരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നമ്മൾ. ഇതാണോ പുതിയ ചട്ടീനെ? ഇതിന്റെ പ്രത്യേകത പറയുമ്പളേ ഈ ഭാഗം വരെ കരിയുള്ളൂ. കരിയില്ല, അവിടെ മാത്ര കരി ഉണ്ടാവുള്ളൂ. കലങ്ങളൊന്നും കരി പിടിക്കില്ല, പാത്രങ്ങളൊന്നും കരി പിടിക്കില്ല. ജഗ്ഗു കല്യാണത്തിന് പോയി റിസപ്ഷന് പോകുമ്പോൾ നിനക്ക് ഞാൻ മര്യാദയ്ക്ക് പാൻറ് എടുത്ത് തന്നതല്ലേ, നീ അത് 2 ട്രൗസർ എടുത്തിട്ടിട്ട് പോയി. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ജഗ്ഗുവിന് എന്താ പാൻറ് ഇടിപ്പിക്കാണ്ട് ട്രൗസർ ഇട്ടിട്ട് പോയി എന്ന്. എന്താ ഇടാഞ്ഞ നീ? ജഗ്ഗുവിന് പാൻറ് ഇട്ടിട്ട് പോകുമ്പോഴേ ഉഷ്ണിക്കുന്നു പറഞ്ഞിട്ട് ട്രൗസർ മതി എന്ന് പറഞ്ഞു. ഇവൻ കുഞ്ഞി തരുന്ന സമയത്ത് അവന് ട്രൗസർ നമ്മൾ കൊടുക്കുമ്പോൾ ഇടില്ല, അപ്പോൾ പാൻറ് വേണം. എന്നിട്ട് എങ്ങോട്ട് പോകുമ്പോഴും കരച്ചില്ല പാൻറ് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഇവനാണെങ്കിൽ ആ സമയത്ത് ട്രൗസർ ഇടുമ്പോഴാണ് ഭംഗി. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഉണ്ണി ട്രൗസർ ഇടുമ്പോഴാണ് ഭംഗി, അപ്പോൾ പാൻറ് വേണം. ഇപ്പോൾ ട്രൗസറാണ് വേണ്ടത്. പാൻറ് ഇടുമ്പോൾ കാലൊക്കെ വിയർക്കണു ഉഷ്ണിക്കണു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ചെന്നപ്പോഴോ കുഞ്ഞു കുട്ടി തൊട്ട് വലിയ പിള്ളേർ വരയ്ക്കും പാൻറ്. ഒരാൾ പോലും ട്രൗസർ ഇട്ടിട്ടുള്ള കുട്ടികളില്ല അല്ലേ. എന്നിട്ട് ജഗ്ഗു എന്നോട് വന്നിട്ട് എൻ്റെ പിന്നാലെ നടന്ന് അതിനെ പറയാം, ആരുമില്ല ട്രൗസർ ഇട്ടിട്ട്, ഞാൻ മാത്രമേ ഉള്ളൂ. പാൻറ് ഇട്ടിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. കുറച്ച് പാട്ട് പിന്നെ വീണ്ടും തന്നെ വന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരല്ലേ ജഗ്ഗു, അപ്പോൾ ഇതിൽ വ്യത്യസ്തനായില്ലേ നീ മാത്രം ട്രൗസർ ഇട്ട കാരണം. അപ്പോൾ പാൻറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ശരി, പാൻറ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്ക് ലുക്ക്, മറ്റേ ബാഗി ആ പാൻറ്റല്ലേ ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. ട്രൗസർ ഇടുമ്പോൾ ക്യൂട്ട് ലുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ജഗ്ഗു പറയാ, ഓ ക്യൂട്ട് ലുക്ക് ആണല്ലേ, വെറുതെ എല്ലാവരും എന്നെ കാണുന്നവര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് അച്ചോടാ അങ്ങനെ പറയണൂന്ന് പറഞ്ഞു. നമ്മളെ ടെൻഷനി അതാണ് മികച്ചത്. ഇത്രയും നേരം ഞാൻ ഒന്നും പറയാണ്ട് ഏത് ഡ്രസ്സാണ് ടെൻഷനി അതാണ് മികച്ചത്. അല്ലാണ്ട് മറ്റുള്ളവർ അതിട്ടു അല്ലെങ്കിൽ നീ ഇതിട്ടു അങ്ങനത്തെ അല്ല. അത് നമ്മളെന്താണ് ടെൻഷൻ അതാണ് നല്ലത്. നമ്മുടെ ഡ്രസ്സ് കാലത്ത് മുണ്ടും ഷർട്ടും വേണ്ടതായിരുന്നു. എന്തൊരു മുണ്ടും ഷർട്ടും രാവിലെ കെട്ടിന് അവിടേക്ക് പോയില്ലേ നമ്മള്? അത് ഞാനിത് എന്തൊരു തേച്ചു ഞാൻ ചേച്ചി ഇവിടുത്തെ പാല് കാച്ചും മുണ്ടും ഷർട്ടാണ് മുണ്ടന്നെയാണല്ലോ അല്ലേ. നാടത്തിന് അഭിനയിക്കാനടുത്ത് മുണ്ടാ ബഷീറായിട്ട് അഭിനയിച്ചു. ഒറ്റ മുണ്ട് അല്ലേ. അയ്യോ ഇത് നശിപ്പിക്കണേ. അല്ല, ഇതിപ്പോ ഞാൻ വെള്ളം നശിപ്പിക്കുകയാണത്. വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് ഞാൻ അഭിനയിച്ചത് ഒരു നാടകത്തില്. അപ്പൊ അതില് എടുത്ത മുണ്ടാണിത്, മുഹമ്മദ് ബഷീറിന്റെ മുണ്ട്. തിളക്കണ്ട ജഗ്ഗു പാല് വരും. അല്ല, ഈ കുടിലിൽ പുതിയ അടുപ്പുണ്ടാക്കിയിട്ടേ, സാധാ അടുപ്പായിരുന്നു, അത് പുകയില്ലാത്ത അടുപ്പാക്കി. അവന് ഇന്നലെ പരേഡ് കഴിഞ്ഞിട്ട് മേല് വേദന. ഇന്നലെ ശിശുദിനായിട്ട് ഇവർക്ക് SPC ഇതുണ്ടായിരുന്നു തൃശ്ശൂർ റൗണ്ടില്. ചേട്ടനത് അത് പണിതിട്ട് കുറച്ച് ദിവസമായി. പണിതിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടാണ്
തീ കത്തിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് സൈഡിൽ ഇവിടെ ക്യാമറ ഉണ്ടോ? ഇങ്ങനെ തുന്തുരു മാൾട്ടേന്ന് വന്നൂട്ടാ. എന്നാ വന്നേന്നറിയോ? എന്നാ വന്നേടാ? ബോംബെക്ക് വന്നപ്പോ. ബോംബെയിലേക്കാണ് നേരിട്ട് വന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത് അച്ഛനും അമ്മയും ചക്കരയും ഉണ്ണിയൊക്കെ ബോംബെയിലേക്ക് പോയേക്കാന്ന്. കോഴികളെ കൊണ്ടുപോകണം വളർത്തി. ബോംബെക്കല്ല, കണ്ണംകുളങ്ങരക്ക്. അപ്പൊ എന്റെ ഫിഷ് ഇതാക്കാന്ന് വെച്ചാ മാറ്റാന്ന് വെച്ചേ ഞാൻ എന്റെ ഐഡിയയില് അക്വേറിയം മാറ്റാൻ പോവാ. അതെ വീട്ടിലത്തെ ഫിഷ് ടാങ്ക് ഇല്ലേ, അത് റീസെറ്റ് ചെയ്യാണ് തുന്തുരുന്ന്. അപ്പോ എന്നാ വെച്ചോ. അപ്പോ അവിടത്തെ മീനുകളൊക്കെ കൊണ്ടുവന്നേക്കാം. അവൻ ഇനി അതിനാകെ മാറ്റി മറിച്ച് വേറെ പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ തുന്തുരുവാ പിടിച്ചു കിട്ടാൻ. പിന്നെ ഈ ചെടികളൊന്നും തിന്നാത്ത മീനിനെ ആയിരിക്കണം ഇടണം. ഞാൻ മറ്റേ നിയോൺ ടെട്ര അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളില്ലേ, അങ്ങനത്തെ തന്നെ ഇടാം. വലുതിനൊന്നും ഇടില്ല, ഇതിനൊന്നും ഇടില്ല. ഇതിനെ കൂടെ തന്നെ ഇട്ടോ സ്ഥിരമായിട്ട്. ജഗ്ഗു പിടിച്ചിടാ എവിടെ നെറ്റ്? അയ്യോ ഇടറാ. ചത്താ. അയ്യോ മലർന്നു. അത് എനക്കൊന്നുമില്ല. CPR റോഡ് ഊതടാ. ചത്തൂലേ? അതിന് മറ്റേലിട്ടാ മതി, ചെറിയ മീനുകളത്. അതിലേക്ക് ഇടാല്ലേ ഉള്ളിലത്തേല്. ഇതിനെപ്പോഴും ഇട്ടെ നെറ്റിലല്ലോ മറ്റേ കോരി എടുക്കണത് ആ പറമ്പിൽ ആ സോളര അവിടെയാ. ചേട്ടൻ എന്തായി പാല് തിളക്കാറായാ? ഇതിനെ പിടിക്കാനായിട്ട് എനിക്ക് പേടിയാ സത്യം പറഞ്ഞു. വാളനെയാ? അല്ല അവറ്റങ്ങളെ പിടിക്കാൻ കുഴപ്പമില്ല. വാള ജാതി പടച്ചലാണ്. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള കോഴിക്കാർപ്പുകൾ തന്നെയാണ് കേട്ടാ. ഫ്രണ്ടിലത്തെ കുളത്തിലുണ്ടായിരുന്നത് പൊന്മാനുകൾ എടുത്തോണ്ട് പോകാൻ തുടങ്ങിയപ്പോ ഇവിടെ ഉള്ളതിനൊക്കെ അങ്ങോട്ട് മാറ്റിയതാ. വാള കടിക്കുവോ? വാള കടിക്കും. റിസ്ക് എടുക്കണ്ട. എവിടെയാണ് കുറച്ച് വീടോ ടെട്രകളൊക്കെ ഉണ്ടായിന ഉള്ളിൽ തേലിടാൻ പോവാ. പൊങ്ങാനുള്ള ചൂടില്ലേ ഇത്? പേപ്പർ ഇപ്പൊ കത്തി കത്തി പോണു. പേപ്പർ കത്തട്ടെ, അതിന് വേറെ ചട്ടി ഇരിക്കുന്നത് അതിലൊറ്റ പൊങ്ങല. പിന്നെ പൊങ്ങ വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം ഒഴിക്കണ ഇതിലിത്തിരി ചായയിലിട്ടിട്ട് നമ്മൾ മാറിപ്പോയി പെട്ടെന്ന് തിളച്ച് പൊങ്ങുന്നത്. നമ്മൾ നോക്കിക്കുമ്പോഴേ തിളക്കാത്ത ഇതിങ്ങനെ പാല് കാച്ചിൽ ഇങ്ങനെ എല്ലാവരും വട്ടം കൂടി ആകാംക്ഷയോടെ നോക്കിയാണ് പാല് കാച്ചില്. ഇതേ കലം ചെറുത് മതിയായിരുന്നോ? കലപ്പത്തിന് കൂടി അതിൽ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കും. അപ്പൊ ചൂട് കൂടുതലുള്ളത് നേരെ ഒരു ലാശം കിട്ടണുള്ളൂ. നടുവില് വെറുതെ വെച്ചാ മതി. എന്നിട്ടേല് ഈ അടുപ്പ് കത്തിക്കുമ്പോഴോ അടുപ്പ് കത്തിക്കുമ്പോഴായാലേ അതിൽ വെച്ചാൽ വെള്ളം ചൂടാവും. ക്ഷമയോടെ നമ്മൾ ചെയ്യുന്നതൊക്കെ ക്ഷമയോടെ. ഇത് എനിക്ക് തോന്നുന്നില്ല പാല് പറ്റിയ അവസാനം കട്ടയാവുള്ളൂ. ഇതല്ലാണ്ട് ഇപ്പൊ മുന്നില്ല. അത് തളച്ചിട്ട് കുറെ നേരം ഇതേ പറ്റിക്കൊണ്ടിരിക്കണുള്ള പാല് ഇട് പകുതി വിട്ട് കയറുന്നില്ല കാലത്തല്ല. അപ്പൊ ഓളങ്ങനെ പൊങ്ങി വരും. അത് നോക്കും, ഇത് അത് അങ്ങനെ പൊട്ടിപ്പോവാ. ചേട്ടനെ എല്ലാ സാധനങ്ങളും പൊളിയണം.
നമ്മളെന്തേലും പറഞ്ഞാൽ പറയേ അത് ശരിക്കും വരരുത്, പൊളിയണം, അപ്പോഴാണ് വീഡിയോ രസം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയായി തോന്നുന്നുണ്ട് ഇതിലേ. അടുത്ത എപ്പിസോഡിലാക്കാം. ഇത് പായസം ഇതൊക്കെ ചൂടാവണ്ടേ? അതുമ്പോ തൊട്ടോക്കിയേ അതൊന്നും നീ ഓലക്കുടി കൊണ്ടെന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, പാല് അധികം വേണമെന്ന്. അല്ലെ ചിലപ്പോ തിളച്ചു പൊന്തില്ല. പേടിക്കായിരിക്കേ. ഇതെന്തിനും ഇങ്ങനെ ഊതണേ? കത്തുണ്ടല്ലോ. ക്ഷമയുള്ള കാരണം കൊണ്ട്. അല്ലല്ല, അതിന് ശരിക്കും ഇതാക്കണ ഞാൻ. അതന്നെ. ചാലക്കുടി പള്ളിയിൽ ഓലക്കുടി നേർന്നല്ലോ, എന്നിട്ടും കണ്ടില്ല. അവിടെ ഉണ്ട് ഓലക്കുടി അവിടെ ഉണ്ട്. തുന്തുരു പാവ പാലൊന്ന് തിളക്കണ കണ്ടിട്ട് പോവാൻ വേണ്ടിട്ട് നിക്ക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് നാളെ വരാം. ഞാൻ ഇവനെ പൊക്കും ഞാൻ. എന്റെ പുറം കളിച്ചു ഊതിട്ട പുറം കൊണ്ടാണ് ഊതിയോടുന്നത്. അതെ, ഞാൻ പറയട്ടെ, നമുക്കുള്ള കാര്യം പറയാലോ. തുന്തുരു പാല് കാച്ചണം എന്തായാലും വന്ന സ്ഥിതിക്ക് പാല് കാച്ചല് അല്ല, പാലിങ്ങനെ തിളച്ചു പോണത് കാണാൻ വേണ്ടി നിന്നതാ. പക്ഷെ നമ്മുടെ പാല് അടിയിൽ കിടന്ന് തിളക്കണമെന്നല്ലാണ്ട് ഇങ്ങോട്ട് മോളിക്ക് പൊന്തി വരുന്നില്ല. ചേട്ടൻ പരമാവധി കുറെ ചിരട്ടയും ഇതൊക്കെ ഇട്ട് കത്തിച്ചു, പക്ഷെ തിളച്ച് പറ്റി തുടങ്ങി പാല്. അതിന്റെ തത്വം എന്തിട്ടാന്നറിയോ സരിത? നമ്മുടെ ഇവിടെ ഭക്ഷണ സാധനങ്ങൾ അനാവശ്യമായിട്ട് പുറത്തേക്ക് കളയാൻ പാടില്ല എന്നുള്ളതിന്റെ ഇതാണ് ഇത് കാണിക്കുന്നത്. നല്ല ശുഭ സൂചകമാണ് കേട്ടോ. അതന്നെ, എന്താണോ നടന്നത് അതിനെ നമ്മള് നല്ലതാക്കി മാറ്റാം. അതന്നെ, എല്ലാത്തിനും പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പൊ ശരി. തുന്തുരു വേറെ ദിവസം വരും കേട്ടാ. നമുക്ക് കുറെ മാൾട്ടീസ് വിഭവങ്ങൾ, ജാപ്പനീസ് വിഭവങ്ങൾ, സുഷി, നാടൻ വിഭവം വേണ്ട, നാടൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഫ്യൂഷൻ. അപ്പോൾ നമ്മുടെ പാല് ഈ ലെവലിൽ നിർത്തി നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലാണ് നമ്മൾ പായസം വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ഉരുളി അടുപ്പത്ത് വെച്ചു. നമ്മൾ ഇതിൽ തീ കത്തിക്കാൻ പോവുക. ഇതാണ് കൈക്കപ്പിടി തുടങ്ങിയുണ്ട്. അത് തണുത്തട്ടായിരിക്കണം. നമ്മുടെ പാല് ഇതേട്ടാ, ഇതിൽ നിന്ന് അറിയോ ഓലക്കുടിയിൽ. ചേട്ടാ മറ്റേ തിരുട വേണം. അവിടെ ഉണ്ട് 1 കപ്പ് ഉണക്കല്ലരി. അതുകൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് കേട്ടാ. 1 കപ്പ് ഇതെങ്കിലും ശരിയായാ മതിയായിരുന്നു ചേട്ടാ. നല്ല പാല് കട്ട് ചെയ്യാ. അരി കഴുകി. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായി. സരിത 1 കപ്പ് അരി കഴുകി കൊണ്ടു. നമ്മൾ നാളികേരം 2 നാളികേരത്തിൻ്റെ 3-ാം പാലാണ് കേട്ടോ. 2-ാം പാലും 3-ാം പാലും മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടായി കണ്ട, ഇത് പെട്ടെന്ന് ചൂടായി. അപ്പോൾ ഈ 3-ാം പാലിലാണ് നമ്മൾ അരി. അപ്പോൾ ഈ അടുപ്പ് കത്തിച്ചാൽ മതിയായിരുന്നു ചേട്ടാ. ഇതാണെങ്കിൽ തിളച്ച് പോയേനെ. നോക്കിയാൽ എന്തൊരു ചൂടായി നോക്കിയേ. ഇതിപ്പം ഞാൻ കത്തിച്ച് തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും ഉരുളി ചൂടായി എന്നുള്ളതാണ്. നമ്മുടെ ഈ 3-ാം പാല് തിളച്ചു കേട്ടാ. 3-ാം പാല് തിളയ്ക്കുമ്പോൾ എനിക്ക് അരി കഴുകിയത് ഇടണം കേട്ടാ. വേവും 2 ചട്ടോളം നോക്കി. ഇത് നന്നായി തിളക്കിൻ്റെപ്പോ വേവണം. വേവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% വെന്താവും. 80% നന്നായി വേവണം. വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അരി കടിക്കാൻ പാടില്ല. നമ്മുടെ അരി വെന്തുട്ടാ കടാ. വെള്ളം കംപ്ലീറ്റ് വറ്റി. ഇനി നമുക്ക് 450 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കാം കേട്ടാ. ഒഴിച്ചു. ഇനി നമുക്ക് ഇളക്കാം. അങ്ങനെ ശർക്കര ഇനി വറ്റണം. ഇരിക്കണം കേട്ടോ. ശർക്കര നീര് ഇരിക്ക് വറ്റി പരിവാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1 നുള്ള് ഉപ്പിടുന്നു കേട്ടോ. 1 നുള്ള് ഉപ്പ്. പച്ചകുത്ത് പോവാൻ സരിതയൊക്കെ ഫുഡ് കഴിക്കാൻ പോയൊക്കെ. നമ്മുടെ ശർക്കര വറ്റി കൊണ്ടിരിക്കുകയാണ്. സരിത ചോറിന് കഴിഞ്ഞ് വന്നിട്ട് ഇളക്കടിക്കുക.
നമ്മുടെ ശർക്കരയും അരിയും കൂടിയിട്ടുള്ളത് ഇങ്ങനെ മിക്സായിട്ട് കുറേ വറ്റിയിട്ട് വെള്ളം വറ്റി കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കണം കേട്ടോ. 2 നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിക്കാൻ കേട്ടോ. നല്ല കട്ടീൻ്റെ പാലാണ്. അയ്യോ കുത്തി വീണാനപ്പന്നെ. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് സമയമായിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇതിലേക്ക് ഏലക്കായ, ചുക്ക്, ജീരകം, കുഞ്ഞി ജീരകം, പഞ്ചസാരയും ചേർത്ത് പൊടിച്ചാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂണൊന്നല്ല, അതിലും കൂടുതൽ ചേർത്തിട്ടുണ്ട്. 2.5 ടീസ്പൂൺ, 3 ടീസ്പൂൺ അത്രയും പഞ്ചസാര ആവശ്യമില്ല. അത് പൊടിയാൻ വേണ്ടിട്ടാ, കാരണം ഇത് ഇത്തിരീശല്ലോ. കുറച്ചായി കാരണേ പൊടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇളക്കി ചേർക്കണം. ഇപ്പോഴും നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ലേ, നെയ്യിൽ കാച്ചാൻ പോകുന്നിട്ടാണ്. നാളികേര കൊത്തത് സരിത അവിടെ നാളികേര കൊത്ത് അണ്ടിപ്പരിപ്പും ഇതൊന്നും വറുത്തിട്ടുള്ളേ. അതൊന്നും വേണ്ട, ഈ പാവങ്ങളുടെ പൈസയിലത് ഇത്രയ്ക്ക് നാളികേരം പാലെന്നെ ചേർത്തില്ല. നമ്മൾ ഇടിച്ചു പിഴിഞ്ഞ പായസം വീഡിയോ എടുത്തേക്കണത് ഒരു കൊല്ലോണത്തിനാ, അമ്മയൊക്കെ കൂടിയിട്ട് 4 കൊല്ലങ്ങൾക്ക് മുമ്പില്ലേ. അയ്യോ, അതായത് മിക്സിയുടെ ജാർ ഞാനിത് ആക്കിയിട്ട് ഒന്നും സംഭവിച്ചില്ല കേട്ടാ. മിക്സിയുടെ ജാറുമിൽ ഇത് പഠിക്കാൻ എന്തോ ചെയ്തപ്പോഴാന്ന് തോന്നുന്നു കേട്ടാ. ജാറിൻ്റെ മൂടി, ജാറല്ല. പായസം അതിൻ്റെ രൂപത്തിലേക്ക് എത്തിയിട്ടാ. പുക വരുന്നുണ്ടല്ലേ? പിന്നെ വരില്ലേ. അല്ല, അടിപൊളിയായിട്ട് പുക വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രസമുണ്ട് കേട്ടാ. അതാണിപ്പോൾ അടുക്കളയിൽ സുഖമായിട്ടിരിക്കാം. അല്ല, അവിടെ സുഖമായിട്ടിരിക്കാം, ചൂടില്ല. മറ്റേ വിറകടുപ്പിൽ, ഇങ്ങനെ തുറന്നു കിടക്കുന്ന വിറകടുപ്പിൽ കത്തിച്ചിട്ട് പിന്നെ ഇതിലേക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ. കാരണം അതിൽ 5 മിനിറ്റ് കൊണ്ടാവണത് ഇതിൽ അരമണിക്കൂർ ഉണ്ടായാലും ആവില്ല. ചൂടായിട്ട് വരാൻ കുറേ സമയം എടുക്കും. കാരണം കത്തണ തീ അങ്ങനെ തന്നെ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ അങ്ങനെ വലിച്ചു കൊണ്ടുപോകും. വിറക് കുറേ വേണ്ടി വരും. നമുക്ക് പിന്നെ വിറക് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ, പട്ടയും ചകിരിയും. പിന്നെ ഇപ്പോൾ ഓരോ മരങ്ങളും വർഷക്കാലത്തിന് മുമ്പ് നമ്മൾ ചില്ലകളൊക്കെ ഇറക്കുമ്പോഴൊക്കെ നമുക്ക് വിറക് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വെക്കാൻ സ്ഥലമില്ലാത്ത കുഴപ്പമുള്ള വിറക്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറയണേ, നമ്മളിനി എന്നും ഇതിലാണ് ചോറ് വയ്ക്കണേ. ജഗ്ഗു പോകുമ്പോഴത്തേക്ക് അരി വേവണ്ടേ. അപ്പം ഞാൻ പറയാം, 5 മണിക്ക് എണീറ്റിട്ട് യോഗ ചെയ്യാൻ വരുമ്പോൾ ഇവിടേക്ക് വന്നിട്ട് തീ കത്തിച്ചിട്ട് ഇവിടെ നിന്നിട്ട് യോഗ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തീ നീക്കം ചെയ്യാം. ഈ കുടിലിൽ യോഗ ചെയ്യും. ഇവിടെയാണ് ഇപ്പോൾ വെളിച്ചായില്ലോ, അതുകൊണ്ട് ആ സമയത്ത് പ്രശ്നമല്ല അല്ലേ. തിളക്കുള്ളില് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടന് പറ്റിയെടുപ്പാ, നല്ല ക്ഷമ വേണം ഈ സാധനത്തിൽ ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഞാൻ പറയണത്, എനിക്ക് തോന്നുന്നത് അരി വേവ് കുറവാണ്. അരി വേവുമ്പോഴത്തേക്കും ചേട്ടൻ ശർക്കര നീരൊഴിച്ചിട്ടുണ്ട്. കുടിക്കേണ്ട, അല്ലാണ്ട് തന്നെ അറിയാൻ നോക്കി ഒരു വെറ്റെടുത്ത് നോക്കി ചേട്ടൻ വെന്തിട്ടില്ലേ ശരിക്കും. അരവണ പായസം എന്ന് പറഞ്ഞാൽ അതിന്റെ രീതി അങ്ങനെയാണ്, അത് വേവാൻ പാടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട് അരിപ്പായസം. എങ്ങനെയാണ് കഴിക്കാന്ന് അറിഞ്ഞിട്ടുണ്ടാ? എന്നിട്ട് അരിപ്പായസം എങ്ങനെയാണ് കഴിക്കാന്നല്ല, എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അറിയണ്ട. അത് ഇതിന് തുമ്പത്തുള്ള സാധനമാണ്. അത് കല്ലി പോലെ ഇത് നോക്കണ്ട. നീ പായസം കുടിക്കുമ്പോ നന്നായി തീ കത്തുണ്ട്. പിന്നെ എന്തുട്ട് താങ്ക് യു ഊതണേ. തീക്ക് ഇത്തിരി ചൂട് കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. തീക്ക് ചൂട് കിട്ടാണ് എന്നറിയില്ല. നന്നായി തീ കത്തിക്കോട്ടെ വെച്ചിട്ടാന്ന് അങ്ങനെ പറയും. അത് നന്നായി കത്തുണ്ട്, ഊതി കെടുത്താവോ ഞാൻ. പായസം ആവശ്യത്തിന് കട്ടിയായിട്ടാ. നമുക്കിന് 1-ാം പാൽ ഒഴിക്കാം. മതി സരിത, പരുവായി. 1-ാം പാലിട്ടാ, കട്ടിപ്പാല് ഇളക്കിക്കൊന്ന് ഇളക്കിയിട്ട് ഇറക്കി വയ്ക്കേണ്ടി വരും. ഇവിടെ ഇറക്കിക്കോട്ടെ. എന്നിട്ട് ചേട്ടാ ഒഴിക്കുന്നു. കൂട്ടിപ്പിടിക്കണ തുള്ളി എടുത്ത് തോന്നുന്നുണ്ടാ? പായസം ഇറക്കി വെച്ചു. ആ
തീ പോണോക്കിയാ ഇതിൽ കൂടെ ഇപ്പം തീ പോണ നോക്കണ്ട അരി ഇറങ്ങി പോകും. ഇനി ജാതി തീയോ നമുക്ക് കഴിഞ്ഞല്ലോ, ആവശ്യം കഴിഞ്ഞല്ലോ. നെയ്യ് ഇത്തിരി കൂടുതൽ ഒഴിച്ചോളാം. ഇതിലൊന്നും മതി 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 മതി. അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ വേറൊരു ഗുണം കിട്ടുന്നറിയും, നമ്മളെ തീ കത്തിക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാ ആവശ്യങ്ങളും കഴിയില്ലേ, പിന്നെ ഭയങ്കര ചൂടായിരിക്കും. നാളേരം കൊത്താണ് കേട്ടോ നമ്മൾ ആക്കണത്. നെയ്യിൽ വറുത്തിടുന്നത്, മൂപ്പിച്ചിടുന്നത്. തീ കത്തിക്കണ പോലും ഇല്ല കേട്ടാ, ഒന്നും ചെയ്യണ്ടപ്പോ, ഭയങ്കര ചൂടപ്പോ. ഇപ്പൊ ആ പാലെടുത്ത് വെച്ചാൽ വേണേ തിളച്ചു പൂജ ചേട്ടാ. എന്നാലും പായസരിക്ക് ഒഴിച്ചോ. ഇത്ര പോരെ, അയ പോരെ. കുറഞ്ഞു പോയാ? കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. പായസം സെറ്റ്. അപ്പോൾ നമ്മുടെ പായസം എടുക്കാൻ കേട്ടാ. ഇങ്ങനെ എടുക്കാം അല്ലേ? അങ്ങനെ ആവശ്യത്തിന് ഇട്ടാൽ മതി. മൂന്നെണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചേട്ടാ പറ്റ്. ജഗ്ഗുവിന് പിന്നെ വേണ്ട. അല്ല ചേട്ടൻ എപ്പോൾ തൊട്ട് വന്നു തുടങ്ങിയെന്ന് പറയും പായസമായോ എന്നറിയാൻ. അല്ല ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, വരട്ടെ. തെങ്ങേറ്റുകാരൻ്റെ ഒപ്പം പോയി. ആ പറമ്പിലേ, സജീവൻ്റെ പറമ്പില്ലേ, നമ്മൾ കൃഷി ചെയ്യണ പറമ്പ്, അവിടുത്തെ തെങ്ങുമ്മ കയറണപ്പോൾ അല്ലേ? രസമുണ്ടല്ലേ ചേട്ടാ? ഒരിത്തിരി വേവ് കുറവാ അല്ലേ? എന്താ ആകെ കുഴയുണ്ടാച്ചിട്ടാ. ചിലപ്പോ അവസാനം കുറുക്ക് പോലെയോ അതന്നെ. ഒന്ന് കടിക്കാൻ വേണല്ലോ. മധുരം പാകത്തിനല്ലേ? ആ കുറച്ചുകൂടി ലൂസാവായിരുന്നു അല്ലേ? കട്ടിയായ അരി പായസം ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഇത്ര കട്ടി ഉണ്ടാവൂ? അരി പായസം പണ്ട് തൊട്ട് കട്ടി പോലല്ലേ? എന്നിട്ട് കോരിമര കയ്യിലുണ്ട് കൊട്ടും, കൊട്ടി കൊട്ടി പോവും അല്ലേ? അത് പിണ്ടി പായസ. ആ പിണ്ടി പായസം അരി കൊണ്ട് ഉണ്ടാകണല്ലോ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം. അപ്പൊ നിർത്തല്ലേ? അങ്ങനെ കുടിലിന്റെ പാല് കാച്ചൽ എല്ലാം കഴിഞ്ഞു.